ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി കണ്ണൂർ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു ധർമ്മടം ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് ചെറിയ എക്സ്പോകളൊക്കെ നമ്മളുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മടം ബീച്ചിലാണ്. ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ധർമ്മടം ബീച്ചിൽ ഇന്നൊരു എക്സ്പോ നടക്കുന്നുണ്ട്, അണ്ടർ വാട്ടർ ടണൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ബീച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല മനോഹരമായൊരു ബീച്ച് തന്നെയാണ് ഈ ധർമ്മടം ബീച്ച്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മുഴപ്പിലങ്ങാടും ബീച്ചും വരുന്നത്. നമ്മളെ പുറകിലിപ്പോൾ കാണുന്നത് ആ ഒരു ധർമ്മടം തുരുത്താണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് നമുക്ക് ഈ ഒരു ധർമ്മടം തുരുത്തൊന്നും പോയി കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായി കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മളുടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഇവിടെ നമുക്ക് ഒരുപാട് മനോഹരമായ കലാവിരുദ്ധകൾ കാണാം. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഞണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കലാരൂപ സൃഷ്ടിയാണ് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങ് കുറച്ച് ദൂരെയായിട്ട് കുറച്ച് ചെറിയ പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിനി അണ്ടർ വാട്ടർ എക്സ്പോയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ചിലേക്ക് വീണ്ടും പിന്നൊരു ദിവസം വരാം. തുരുത്ത് എന്തായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മളിപ്പോൾ ധർമ്മടം ബീച്ച് പാർക്ക് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് വഴി നമുക്കുള്ളിൽ കടന്ന് നമ്മളുടെ എൻട്രി ഫീ, അതായത് ഒരു 100 റുപ്പീസാണ് ഇവരുടെ ഒരു എൻട്രി ഫീ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കടന്നുള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് കുറച്ച് പെയിൻറ്റിങ്സുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സെൽഫി പോയിൻറ്റ് ലൊക്കേഷൻ പോലെയൊക്കെ തന്നെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു ചിത്രങ്ങളും ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മളുടെ ഈ ഒരു മീനുകളൊക്കെയുള്ള ടണലിലേക്കാണ് നമ്മൾ ചെന്നിരുന്നത്. നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കാണാം. അങ്ങനെ ആ ഒരു ടണലിൻ്റെ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് പീക്കോക്ക്, അതുപോലെ തന്നെ പെൻഗിൻസ്, ഇതുപോലത്തെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സ്റ്റാച്യൂസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മേജറായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആകെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് ഗെയിം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മോൾ റൈഡ്സുകളൊക്കെ തന്നെയാണ് ഈ ഒരു എക്സ്പോയിലും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ് ഉള്ളത്. അപ്പോൾ ഈ സൂര്യാസ്തമയമൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊരു ഡ്രൈവൊക്കെ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. കാരണം സൂര്യൻ നമ്മളെ പറ്റിച്ച് ചെറുതായി അസ്തമിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം.
അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇങ്ങനെ തിരിഞ്ഞൊക്കെ കളിച്ച് ഞങ്ങളിതാ ഇങ്ങനെ തിരിച്ച് പോവുകയാണ്. ഈ ബീച്ചിലേക്ക് നമുക്ക് വീണ്ടും വരണം, കാരണം ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും